കൈ ബാക്കി കെട്ടണം. അപ്പോ നാളെ രാവിലത്തെ നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക്. എന്തിന്? ഉച്ചക്കലത്തെ ഭക്ഷണത്തിന് പിടിക്കണം. എന്ത് കഷ്ടമായത്? വെറുതെ ഇരുന്ന് എന്നെ പിടിച്ച് മത്സരിപ്പിക്കുക, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പറ്റും. ഞാനില്ല, എനിക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ല. ഏട്ടാ ആ ആ എടാ അർജുന, നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്നോട് ബെറ്റ് വെച്ച് തോറ്റു. ഇനി നീ ഇരിക്കെ, നമുക്ക് ഊണിന് പിടിക്കാം. ഏയ് ഞാനില്ല. ഇങ്ങോട്ട് വിട്. എടാ ഫൈറ്റ് ഇന്ന് മനസ്സിന് കരുത്തു കൂട്ടും. വയറിന് പട്ടിണിയും. ഏട്ടൻ ഇവിടെ ഇങ്ങനെ മറ്റുള്ളവരുടെ ചോറും ചായയും തട്ടിപ്പറിച്ചോണ്ടിരുന്നോ? അവിടെ ധർമ്മേട്ടൻ ഗോളടിച്ചു. ഏട്ടൻ നമ്മളെ ചതിച്ചു. ഏട്ടൻ വിവാഹത്തിന് സമ്മതിച്ചു. എന്ത്? അതെ ഏട്ടാ, അമ്മയും അനുരാധയും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടതല്ലേ. അനുരാധ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞോ? ഏയ് അങ്ങനെ പറഞ്ഞില്ല. ഭാഗ്യം. എന്റെയും ഭാഗ്യം. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? അമ്മയ്ക്ക് പിന്നെ സന്തോഷല്ലേ. ചതിയൻ, നമ്മളോടുകൂടി ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ. ഇത് സംശയമില്ല, അനുരാധയെ തട്ടിയെടുക്കാനുള്ള സൂത്രം തന്നെയാ. അതിന് ഞാൻ സമ്മതിക്കില്ല. വേണ്ടി വന്നാൽ ഏട്ടനെ ഞാൻ ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിക്കും. ഏയ് അത് ശരിയല്ല. ധർമ്മേട്ടൻ വിവാഹം കഴിച്ചാലും ഭീമേട്ടൻ ബ്രഹ്മചര്യം കൈവിടാൻ പാടില്ല. അത് കറക്റ്റ്. ഭീമേട്ടന്റെ ശരീരമാണ് ഭീമേട്ടന്റെ സമ്പത്തും സൗന്ദര്യവും. അത് മറക്കരുത്. അല്ല, അങ്ങനെ ഏട്ടനൊരു തീരുമാനം എടുത്താൽ നിന്റെ തീരുമാനം എന്താ? അത് ഞങ്ങൾ കരാട്ടക്കാർക്ക് സ്ഥിരമായിട്ടൊരു സ്റ്റെപ്പ് ഇല്ലല്ലോ ഏട്ടാ, മാറിക്കൊണ്ടേയിരിക്കും. നീയോടാ? ഞാൻ പിന്നെ ചെറിയ കുട്ടിയല്ലേ, അമ്മ പറയുന്നത് കേട്ട് നിൽക്കാനാ എനിക്കിഷ്ടം. ചെറിയ കുട്ടി. ദേ, രണ്ടുപേരോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അനുരാധയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാ ഈ കാര്യം പറയുന്നതെങ്കിൽ രണ്ടിനെ ഉറക്കത്തിൽ ഞാൻ ഞെരിച്ചു കൊല്ലും. ബോംബെ വളർന്നൊരു കുട്ടിയാ. പാടാനറിയാം, വരയ്ക്കാനറിയാം, പിന്നെ സാമൂഹ്യ പ്രവർത്തക. അവൾ ഈ നാട്ടിലൊന്നും ജീവിക്കേണ്ടവളല്ലടാ. പിന്നെ ഞങ്ങള് ഡൽഹി പോയി ജീവിച്ചോളാം. ഓ അയ്യടാ, എന്തൊരു മോഹം. ആ അവളെ ഇഷ്ടപ്പെടാനേ നമുക്ക് എല്ലാവർക്കും അവകാശം. ഭാഷ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഡൽഹി പോകുന്നതല്ലേ നല്ലത്. അതെ, നിങ്ങൾ തമ്മിൽ അതിനൊരു തർക്കം വേണ്ട. എന്റെ ഏട്ടനും അനിയനും തമ്മിൽ തല്ലുന്നു നോക്കി നിൽക്കാൻ എനിക്കാവില്ല. ഞാൻ പോവാം. കൊടുക്കേ ഞാൻ ധർമ്മേട്ടനോടൊന്ന് പറഞ്ഞേക്കെ, ഞാൻ യുദ്ധക്കലി മൂത്ത് നിൽക്കുകയാണെന്ന്. ഏട്ടനെ കൊല്ലുന്നത് പോവാ, പക്ഷേ അനുജന്മാരെ കൊല്ലുന്നത് സാരമില്ല. ഏട്ടാ, ഞാൻ വിദ്വേഷം ഒന്നും പറയുന്നില്ല, യുദ്ധത്തിനുമില്ല. പക്ഷേ അനുരാധയുടെ പ്രായം നോക്കണം. അതിന് ഏറ്റവും അടുത്തൊരാളെ വേണം അവൾക്ക് കൊടുക്കാൻ. അത് ഞാനായാലും എനിക്ക് വിരോധമില്ല. എല്ലാവരെയും ശരിയാക്കി തരാം. ഇനി കണ്ടോ അർജുനന്റെ പുതിയ അടവ്.